ഹേ ഗായ്സ്, അപ്പം സമയം 4:30. അപ്പം ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് മണാലി വ്ളോഗ്. അപ്പോൾ ഇപ്പം നമ്മൾ ഇപ്പം എണീറ്റ് ഇനി ഡ്രസ്സ് ചെയ്യാൻ പോവാണ്. നമുക്ക് 8-നാണ് ഫ്ലൈറ്റ്. അപ്പം നമുക്ക് പോയി ഡ്രസ്സ് ചെയ്യാം. ബൈ. നമ്മളിപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം 9 മണിയാണ്. ഇനി നമുക്ക് 11 മണിയാകുമ്പോൾ ഡൽഹിക്കുള്ള ഫ്ലൈറ്റ്. ഒരു സംഭവം കാണിച്ചു തരാം. നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് കയറി. ഗൈസ്, ഇവിടെ ഭരതനാട്യത്തിൻ്റെ മുദ്രകളൊക്കെ ഉണ്ട്. പതാക, തൃപ്പതാക, കർത്തപതാക, കർത്തരിമുഖം. അതെന്റെ വെട്ടിയുടെ അല്ല, നീ അതിന്റെ വെട്ടി അതല്ല, ഇത് ഏട്ടനെ വെട്ടിയല്ലേ. മറ്റേ നീലയുടെ നീല പോയോ? പോയി വട്ടം തിരിഞ്ഞ് വരുന്നുണ്ടാവും. നമ്മളെവിടെ എത്തി? ഡൽഹി എത്തി. നമ്മൾ ഡൽഹി എത്തി. ഈ മെട്രോ പിടിച്ച് നമ്മൾ ഹോട്ടലിലോട്ട് പോകും. എന്നിട്ട് എന്താ അറിയില്ല. ട്രിപ്പ് കോർഡിനേറ്റർ തീരുമാനിച്ചു. പ്ലാനില്ലാത്ത ട്രിപ്പാണ്. അതൊക്കെ എന്താ ചെയ്യണമെന്ന് അറിയില്ല. അതെ, എനിക്കൊന്നും അറിയില്ല. വേറെ എന്തെങ്കിലും ഒരു വിവരങ്ങളും ഉണ്ട്. നമ്മൾ മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. മെട്രോ വന്നിട്ട് നമ്മളിനി ഹോട്ടലിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ടെന്താ എനിക്കറിയില്ല. കാണാം. ബൈ. നമ്മളൊരു പുതിയ ടൈപ്പ് ഓഫ് ഓട്ടോറിക്ഷയിലൊക്കെ കയറി കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ പോവാം. ഭയങ്കര സുഗന്ധാണ് ഇവിടെ. മണം എന്ന് പറഞ്ഞാൽ ഡ്രസ് മൊത്തം ഡ്രസ്സിലാ നടക്കണേന്ന്. ഞാനെന്റെ ഫോൺ ഇങ്ങനെ മുറുക്ക പിടിച്ചത് പെട്ടിയുടെ മുള്ള അതാണ് ഞാൻ പെട്ടി മേടിച്ചിട്ട് ഊബർ ബുക്ക് ചെയ്യാതെ ഭയങ്കര വെയിറ്റാണ്.
എന്താ വണ്ടി ഈ റെഡ് ഓട്ടോറിക്ഷയും ബൈക്കും കൂടി ഇതോ ചേച്ചി നാട്ടിലോട്ട് ഇതേപോലത്തെ വണ്ടിയിലെത്തപ്പോൾ അതുകൊണ്ടാണ് ഇത് പകുതി ചിലപ്പോൾ പെട്ടി പുറത്തേക്ക് പോകുന്ന പേടിയിലാണ് നമ്മളിങ്ങനെ ഒരു കൈ കൊണ്ട് ഫോണെന്നൊക്കെ പിടിച്ചിട്ട് എന്താണ് കേട്ടത്. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ബൈക്ക് ഉണ്ട് ഞാൻ. ബാക്കിയൊക്കെ വെറൈറ്റി ലാസ്റ്റ് നമ്മൾ സാഹസികമായ യാത്രയ്ക്ക് ശേഷം നമ്മൾ റൂമിലെത്തിയിരിക്കുന്നു ഗൈസ്. പിന്നെ രാത്രി നമുക്ക് മണാലിക്കുള്ള ബസ് കയറണം. അപ്പോൾ നമ്മളിപ്പോൾ എത്ര മണിയായി? 3 ഒക്കെ ആയി. 3 അല്ല 4 ആയി. അപ്പം ഒരു 4 മണിയായപ്പോൾ നമ്മളിവിടെ ഹോട്ടലിലേക്ക് എത്താൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ എടുത്തതാണ്. എന്നിട്ട് നമുക്ക് രാത്രി ഇനി ഡൽഹിയിലേക്ക് മണാലിയിലേക്ക് പോകണം. അപ്പോൾ ഇന്ന് പിന്നെ സൈറ്റ് സീനൊന്നും പോകുന്നുണ്ടാവില്ല എന്നാണ്. നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തൊരു ട്രിപ്പായതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ പോകുന്നു. ഞാനും ഏട്ടനും കൂടി ഇങ്ങനെ പോകും. എനിക്കറിയില്ല, ഏട്ടൻ അങ്ങനെ എവിടെയൊക്കെ പറയും, ഞാൻ പോകും. അപ്പോൾ ഒന്നും അറിയാത്തൊരു ഇതാണ്. മിക്കവാറും ഈ രാത്രി മണാലിക്കുള്ള ബസ് കയറി. കാരണം നമ്മൾ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം അതൊക്കെ തീർക്കാൻ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കണം. പിന്നെ ഫ്രഷ് അപ്പ് ആവണം. അത് കഴിഞ്ഞിട്ട് രാത്രി മണാലിക്കുള്ള ബസ് കയറണം. മുല്ലപ്പൂവിന്റെ നിറം എന്ത്? ചിലപ്പോ കട്ടിയും ചിലപ്പോ കട്ടിയുള്ള മഞ്ചാടി ഓർമ്മകൾ. 8 മണിയായി. ഞാൻ ബസ് മിസ്സാക്കി. പോകാം ഇനി നമുക്ക്. നമ്മളെങ്ങോട്ടാ പോകുന്നത്? ഫോളോ ചെയ്തിട്ടാ ഞാൻ പോണ്. അങ്ങനെ പോവാ. അവിടെ നിൽക്ക്. നമ്മളെങ്ങോട്ടാ പോകുന്നേ? മണാലിയിലെ ബസ് കിട്ടാൻ നമ്മൾ എവിടേക്കാ പോണേ? ബസ്സിലേക്ക് എവിടേക്കാ നമ്മൾ പോണ്? മണാലിക്ക്. അല്ല, ബസ് ലൈക്ക് ഡൽഹിയിൽ നിന്ന് ബസ് എവിടേക്കാണ്? മണാലിക്ക്. ഇവരാരാണ്? അവരെന്റെ കൂടെ വന്നവരാണ്. മണാലിക്കുള്ള ബസ് പിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഭയങ്കര ട്രാഫിക്. 9:25 നമുക്ക് ബസ്. ഇതിനിടയിലൊന്നും കേൾക്കട്ടെ. അപ്പോൾ നമ്മൾ കാശ്മീരി ഗേറ്റിലേക്ക് എത്തിക്കുന്നു. നമ്മൾ രണ്ടത് പറഞ്ഞു നമ്മുടെ എസ്കലേറ്ററില് നമ്മള് താഴത്തേക്ക് വരായിരുന്നു. ഇവിടേക്ക് ബസ് അവിടേക്ക്. അപ്പോഴുണ്ട് ഒരു പട്ടി എസ്കലേറ്റർ കയറി വരുന്നു. പട്ടികൾക്ക് വരാൻ ഇവിടെ എസ്കലേറ്ററാണ്. ബസ് കയറ്റിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. എപ്പോഴാ ബസ് വരിക? 9:10. നമ്മുടെ ബസ് വന്നിരിക്കുന്നു ഗൈസ്. റിയോ കുട്ടൻ വന്ന് നമുക്ക് കയറാം. Come on. We got our seat. മണാലിയിലേക്ക് നമ്മൾ പോകാൻ റെഡിയാണ്.
ചളി ഒരു ചളി അടിച്ചിട്ട് മൂപ്പർക്ക് 3 ലൈൻ ഉണ്ട് പക്ഷെ ഫോണിലാന്നേ ഉള്ളൂ. എന്നാ ചളി എനിക്കാക്കിട്ടോ എനിക്കാക്കിട്ടോ ഇറങ്ങാം നമുക്ക്. എല്ലാവരും ചന്ദനത്തെ കിടന്നുറങ്ങട്ടെ. കിടന്നുറങ്ങിയിട്ട് എവിടെ നമ്മൾ നിർത്തുവാണെങ്കിൽ എവിടെയെങ്കിലും നിർത്തുമോ? എനിക്കറിയില്ല, ട്രിപ്പ് പ്ലാനർക്കും അറിയില്ല. അപ്പം എവിടെയെങ്കിലും നിർത്തും. നമ്മൾ കിടന്നുറങ്ങട്ടെ. രാവിലെ 4 നമ്മുടെ പാർട്ട് 2 വ്ലോഗ് കാണാം. അപ്പോൾ